അതുകൊണ്ട് വെളുപ്പിന് 5 മണിയായപ്പോൾ തന്നെ നമുക്ക് കോള് വന്നു. നമ്മുടെ സമയം 7 മണിയാണെങ്കിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ജസ്റ്റ് വായിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി നേരെ ചാടി ഡെലിവറിക്ക് എത്തിയതാണ്. ഒരു കുളിയൊക്കെ കുളിക്കണമെങ്കിൽ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡെലിവറിക്ക് ഇതേ ആ റൂട്ടിൽ കൂടെ കറങ്ങി വരണേ. നമ്മുടെ ദേവസ്വരാജൻ വണ്ടി കൊണ്ട് കറങ്ങി വരുന്ന സമയത്ത് നമുക്ക് പേപ്പറും കൊണ്ട് അകത്ത് പോയി ചെക്ക് ഇൻ ചെയ്യാം. ഈ സൈഡിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാലറ്റ് കണ്ടോ, ഈ സാധനമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നാല് പാലറ്റൊക്കെ ഒരുമിച്ച് എടുക്കണം കേട്ടോ. എനിക്കോളേ ഇവന് 4 അത്യാവശ്യമുള്ള കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. വേണ്ട, നിങ്ങൾ കാണുന്ന പോലെ മൊത്തത്തിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഡെലിവറിക്ക് വന്നേക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഇവിടെ ഇട്ട് കറക്കിയിട്ട് വേണം നമുക്ക് ഡോക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദേശം റിവേഴ്സ് എടുക്കുക. അപ്പോൾ ഇവരാണ്ട് നമ്മൾ കൊണ്ടുവന്ന സാധനം അത്യാവശ്യപ്പെട്ട് നിന്നവരാ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന ഈ 4 പാലറ്റ് അവർ ഓൾറെഡി അങ്ങ് എടുത്തുകൊണ്ട് പോയി. എന്താണ്ട ഈ ഷെഡിൻ്റെ ഇവിടെ ഇട്ട് വേണം നമുക്ക് ചുറ്റിക്കൊണ്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ വരുമ്പോൾ സാധാരണയുള്ള ഡോക്കിൻ്റെ ഡോറ് വർക്ക് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ട് പുറത്തിട്ട് തന്നെ ഇവർ ലോഡ് ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡോറ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ തന്നെ ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്ന ഈ ഒരു റാമ്പ് കണ്ടോ, ഇതുവഴി ഇവനാണ് പറന്ന് നിൽക്കണ അടിക്കുമ്പോൾ കേട്ടോ ഓടിച്ചിട്ട് നിൽക്കുക. ഇത് മുഴുവൻ ഇന്ന് ഇറക്കി തീർത്തിട്ട് പിന്നെ ഇനി കമ്മീഷൻ വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ ഇറക്കുന്നവന് വല്ല പൈസ വല്ല. അല്ല, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു മച്ചാനാ. പുള്ളിക്ക് സ്പാനിഷ് മാത്രമേ അറിയാവുള്ളൂ. മെക്സിക്കോക്കാരനാ കേട്ടോ. ചേച്ചാ അല്ല, സംഭവം എന്താണെന്നറിയോ, അവിടുത്തെ ഡോറ് വർക്ക് ചെയ്യണില്ല. അതാ ഇവിടെ ഇട്ട് ഇറക്കണത്. ഇവൻ പറയണ മനസ്സിലാവണ്ടേ, ഇവൻ സ്പാനിഷ് മുഴുവൻ പറയണത്. നമ്മളങ്ങ് വളഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവൻ ഓടി വന്ന് തല കൈ വെച്ചൊക്കെ പറഞ്ഞ് ഇവൻ അതാ ഓടി വന്നിട്ട് അവനങ്ങ് പറയാൻ പറ്റണില്ല. ഏണ്ട അത്യാവശ്യപ്പെട്ട് കിടക്കാ. 100 സാധനം ഇറക്കണത്. ഇത് അന്ന് ജിതിൻ പറഞ്ഞ പോലെ 6 മണിക്ക് മുമ്പ് സാധനം ഇറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ലേറ്റ് ആയാ വരാവുള്ളൂ. സത്യം. എന്നാലും ഇത്രയും ഉത്സാഹം കാണുള്ളൂ. നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് താല്പര്യം ഇല്ലല്ലോ. സാധാരണ നമ്മൾ വരുമ്പോ നമ്മളവിടെ സൈഡിൽ കിടത്തും ചിലപ്പോ. അതെ അതെ അതെ. ഇവിടെ വരുമ്പോ അതെ അതെ അതെ. ഓ, രാവിലെ ഞങ്ങൾ തേണ്ട ഈ ജങ്കിന്റെ ഇടയിൽ കൂടെ ഒന്ന് റിവേഴ്സ് ഒക്കെ ഇട്ട് ബുദ്ധിമുട്ടി. കിടക്കാണ്ടിരുന്നത് നന്നായി. ഭ്രാന്തായനെ. അവൻ ഇതൊന്ന് പറഞ്ഞ് അവൻ എന്നാണെന്നറിയോ, ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്നു പറയുന്നോണ്ട് അവൻ ഇങ്ങനെ 3-4 വട്ടം കാണിക്കുന്നോണ്ടായി പ്രശ്നം. റിവേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അവനോർത്ത് ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് അല്ല എന്നാലേ പറ്റുള്ളൂ. ശരിയാ, നമ്മള് പോയ വഴി കൂടെ വന്നാലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ പോയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടിക്കുന്നതിൽ എളുപ്പം. പോയിട്ട് ഇപ്പൊ വന്ന പോലെ വരുന്ന എളുപ്പം. ഇതേ അമ്മാരവിടം വരെ സാധനം എടുത്തോണ്ട് പോകുന്നില്ല, വേറെ ഒരുത്തിനോടെ വന്നു. ഇവരിവിടെ തന്നെ സാധനം ഇറക്കി വെച്ച് നമുക്കിപ്പോൾ സൈൻ ചെയ്ത് തരും. നന്നായി. എന്നിട്ട് പിന്നീട് ഇവർ കൊണ്ടുപോകുള്ളൂ.
മറ്റവൻ കാണിക്കണ കണ്ട് ഇവനും ചെയ്തില്ല മോശം. ഇതാ ഈ ഒരേ ജോലി സ്ഥലത്ത് കൂടുതൽ സ്കില്ലുള്ളവനും. അപ്പം നമ്മൾ സലീനാസിൽ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ, സുപ്രഭാതത്തിൽ കാലിഫോർണിയയിൽ. നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി കൊണ്ടുവരണം ഇങ്ങനത്തെ കേസിന് തന്നെ എന്ത് ബിസിനസ് നടന്നത്? നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ മറ്റേ നീല. ഇപ്പം മറ്റേ ഇതുകൂടെ പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ പണ്ടൊക്കെ ഇങ്ങനെ ആകിനകത്തും ചാക്കിൻ്റെ അകത്തൊക്കെ. അല്ല ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ഡാമേജ് വരിക. നമ്മളെ ഈ ചോട്ടുതൊഴിലാളി പരിപാടി ഇല്ലല്ലോ ഇതുണ്ട്. അതില്ല, നേരെ എല്ലാ ഫോർക്ക് ലിഫ്റ്റ് സാധനം പടപടയെന്ന് തീരും. അതെനിക്ക് കൊച്ചിയിലാണ് ഇന്നലെ കണ്ടൊരു ഇച്ചിരി വേളം ഉണ്ടായിരുന്നു. ഒരു പുള്ളി ഇതുപോലെ തന്നെ ഈ ഇവിടുത്തെ രീതിയിൽ ഫോർക്ക് ലിഫ്റ്റിന്റെ രീതിയിലുള്ള ഇത്. അപ്പം കൊച്ചിയിലല്ല, കേരളത്തിൽ എല്ലായിടത്തും വേളം ഉണ്ടാവും. അതെ. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ തൊഴിലാളി യൂണിയന് അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇതിന്റെ രീതിയിൽ പൊട്ടാതെയും പിടിക്കാതെ ഇറക്കുകയാണെങ്കിൽ അടുക്കി വെക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അത് പറ്റിയല്ല. അല്ല, ഇത് ഈ ഫോർക്ക് ലിഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫുള്ള് ട്രക്ക് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ ലോഡ് കയറി തരും. അവർ കണ്ടെയ്നറിൽ നിന്ന് ഈ സാധനം ഇറക്കുകയും ഇത് ചെയ്യുന്നത്. അപ്പൊ കണ്ടെയ്നർ ഇന്റർനാഷണലിൽ നിന്ന് വരും മൊത്തത്തിൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇതിലല്ലേ വരുന്നത്. അപ്പൊ അവരുടെ വേറെ ഇതിലേക്ക് എടുക്കാനും അവിടെ നിന്ന് കയറ്റി വിടാനും അവർക്ക് ഇതാ സൗകര്യം. ഇതുപോലത്തെ സൗകര്യം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇതാണല്ലോ. അതെ, ആലോചിച്ച് ഇത്രയും സാധനം തലച്ചമടായിട്ട് ഇറക്കാൻ എപ്പോൾ ഇറക്കി തീരും. അതെ. ഇപ്പം പൈസയും മറ്റ് പല കാര്യങ്ങളും ഒക്കെ പോയാൽ സമയത്തിൻ്റെ അല്ല, അതുകൊണ്ട് അല്ല, പൈസ പോകുന്നല്ല, സമയമുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൽ ട്രക്ക് അരിച്ചാക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോടെ അവിടെ കിടന്നാലല്ലേ ഇതൊന്ന് ഇറക്കി തീരുള്ളൂ. അതെ, തന്നെയല്ല ഈ പച്ചക്കറി പോലെയുള്ള പെരിഷബിൾ ഗുഡ്സ് എല്ലാം സമയം പോകും തോറും അത് പഴയതായിക്കൊണ്ടിരിക്കുമല്ലേ. അതെ. നമ്മുടെ ഈ വണ്ടിക്കാണെങ്കിലും കാല് കൊടുക്കുമ്പോഴേ ആഞ്ഞു കൊടുത്താൽ അവൻ പുറകോട്ട് വരുള്ളൂ തുടക്കത്തിൽ. അത് ഹോൾഡ് ഉണ്ട്, ഹോൾഡിങ്ങിന്റെ ന്യൂട്രലിൽ ഇട്ട് നമ്മൾ ഗിയർ ഇടുമ്പോൾ വണ്ടി അനങ്ങിയല്ല. പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് കൊണ്ട് സാധനം കിട്ടാൻ. എന്നാ അറിയാമോ, മറ്റേ സാധനം വെക്കുമ്പോൾ എന്നാലും മറിഞ്ഞു കുത്തി പോവേ. മറ്റേ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ചെറുത്. അതെന്നാ വെച്ചാൽ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ടൈറ്റ് കൂടിപ്പോയാലും മുകളത്തെ ഏതെങ്കിലും ലൂസാവും. ഇതിങ്ങനെ തള്ളിപ്പോവില്ല. എന്നിട്ട് അതുമല്ല, അതിനൊരു ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഭിത്തിയിരിക്കുന്ന ഇതല്ലേ ഉള്ളൂ. അതുള്ളൂ, പിടിച്ചു കഴിഞ്ഞാൽ മതി. ഇവനാണെങ്കിൽ അവിടെ നിന്നോളൂ. അന്ന് ഈ സാധനത്തിന് ക്ഷാമോ, അന്ന് ഒരെണ്ണേ കാണുള്ളൂ ട്രക്കേൽ. അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ടില്ലേ? അതല്ല, ഇവന്മാർ ഇച്ചിരി അറ്റപ്പറ്റേ പണിയോളെന്നുള്ളൂ. ഈ സാധനത്തിന് ഒരു അര ഇഞ്ച് വീതി ഇട്ടാൽ മതി. ഏതാ ഈ സാധനത്തിന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് വീതി ഇട്ട് കഴിഞ്ഞാൽ അത് ഇടയ്ക്കോട് ഓരോ എളുപ്പമില്ല. അതിടിയല്ല. അത് മറ്റേ നമ്മൾ റൈറ്റ് തിരിയുമ്പോൾ ട്രക്കിൻ്റെ റൈറ്റ് തിരിയുമ്പോൾ കറക്റ്റ് ടേണല്ലേ ഇടുള്ളൂ. അവിടെ മറ്റേ പെഡസ്ട്രിയൻ ബാക്കൊക്കെ അവിടെ പൂന്തോട്ടമൊക്കെ ലാവിഷായിട്ട് വിടും. എന്നാൽ ഒരടി അങ്ങോട്ട് ഇച്ചിരി ജീവിതം കൂട്ടിക്കഴിഞ്ഞാൽ ട്രക്ക് സ്മൂത്തായിട്ട് പോവുകയില്ല. അത് സമ്മതിക്കുകയില്ല. പിന്നെ ശരിക്കും സലീനാസ് വരുമ്പോഴേ നമുക്ക് ഇന്നലെ വന്ന വണ്ണവണ്ണിക്കൂടെ അങ്ങ് വന്നാൽ മതി കേട്ടോ. ഞാൻ ഇന്നലെ മറ്റേ നമ്മൾ സാധാരണ വന്നിട്ട് അപ്പുറം മറ്റേ 5ലേക്ക് റൈറ്റ് എടുത്ത് പോകുന്നതില്ലേ, 5 പോകാണ്ട് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് 1 എടുത്ത് ഇങ്ങ് പോരുമായിരുന്നു സലീനാസ്. മറ്റേ 1946 എന്ന് പറയുന്ന ഒരു റോഡ് എടുത്തു, ക്രോസ് ചെയ്ത് 5 അങ്ങനല്ലേ ആ റോഡ് കണ്ടിന്യൂസ് ആ റോഡ് കണ്ടിന്യൂസ് ഒരു 140 കിലോമീറ്റർ ഇങ്ങ് വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണ 5ലേക്ക് 5 ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാ സാധാരണ. ആ 5 ഇറങ്ങാണ്ട് ആ റോഡ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങ് വരുമ്പോഴത്തേക്ക് നമ്മളെ ഹൈവേ 101 നേരെ വരും. അതെ, നല്ല സൂപ്പർ റോഡും ഒരു തിരക്കുമില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ. ആ രണ്ട് സൈഡും നിറയെ മറ്റേ വൈനറീസ്, ഭയങ്കര മുന്തിരിത്തോട്ടങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇത് ശരിക്കും ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കടലിനോട് ഈ റോഡില്ലേ, ഈ സൈഡും വഴി ഉള്ള ഈ റോഡ് ഉണ്ടോ, പണ്ട് ഇതിലേ ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ റോഡ് ട്രക്ക് റൂട്ടാണോ? ട്രക്ക് പോകുന്ന, അതായത് സിംഗിളാന്ന് തോന്നുന്നു. അതിങ്ങനെ പോയി ഇതിലെയാണ് ഹൈവേ സിംഗിൾ റോഡാ. അത് ഇതുപോലെ നല്ല കാറും കൊണ്ട് പോകുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ സീനിക് റൂട്ട് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് ഇന്നാള് പസഫിക് ഓഷ്യന്റെ സൈഡിൽ കൂടെ ഇതിലേതോ ഒരു സൈഡിലായിട്ട് ഒരു നഴ്സറി ഉണ്ട്. ആ നഴ്സറിയിലോട്ട് പ്ലാസ്റ്റിക് ചട്ടി ഇങ്ങോട്ട് ഇതാക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാ. അതാ ഞാൻ പറയാം, ഇതിൽ ഏതോ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ വെള്ളം റോഡിലോട്ട് അടിച്ച് കയറുക. ഞങ്ങൾക്ക് തന്നെ സംശയം ഇതിലേ പോകാൻ പറ്റുമെന്ന്. അതായത് നമ്മുടെ മേത്തോട്ട് ചില തിരയുടെ മാത്രം ഇങ്ങനെ നല്ല ഈണ്ടി ചേർന്ന് പോകുന്നുണ്ട് ഈ സംഭവം.
പക്ഷെ അവിടെ ഇറങ്ങി നമുക്ക് കുറച്ച് ഭാഗത്തെങ്ങാണ്ടേ ഉള്ളൂ. കാറേ പോകണമെങ്കിൽ പറ്റും, കാരണം ട്രക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓ ഇതല്ലേ, ഒരു ഹെൽപ്പ് ചെയ്യണോ? Do you want help with that? No, it's okay. Thank you. Appreciate it. Appreciate it. You're welcome. തണ്ടി നാളെ ഒരു പ്രാവശ്യം ഞങ്ങൾ മറ്റേ ഇതുപോലെ തന്നെ ഒരു ഇങ്ങനത്തെ ഒരു ആട്, ഇങ്ങനത്തെ സെറ്റപ്പാണ്. എന്നൊരു കാർന്നോര ഇങ്ങനെ ആടിയൊക്കെ തന്നെ പുള്ളി ഇങ്ങനെ ഫോർക്ലിഫ്റ്റിലേക്ക് കയറുന്നു, ഷൂ ശരിയാക്കുന്നു, പാൻറ് ശരിയാക്കുന്നു, ഓരോന്ന് ശരിയാക്കി വരുമ്പോൾ തന്നെ നമുക്ക് അന്നേരം എവിടെയോ പിക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് സമയത്ത് ചോറാൻ പോകണം ഇറക്കി താന്നുള്ള രീതിയിൽ. അന്നേരം പുള്ളിക്ക് അത്രയും കൂടെ താളാണ്. തന്നെ എന്താണ് പറഞ്ഞത്, തെറിയൊക്കെ തേക്ക എന്നാലും പുള്ളി കാരണം ഒരു പഴഞ്ചൻ രീതിയും കൂടെയാണേ. അപ്പോൾ പുള്ളി ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഓ യു ക്യാൻ ഓക്കെ ഓക്കെ ഓക്കെ, അത് കേൾക്കാൻ പുള്ളി നിൽക്കുകയായിരുന്നു. അതിനാ പുള്ളി. പിന്നെ പുള്ളി വന്നപ്പോൾ പുള്ളി മറ്റേ മറ്റേ പുള്ളിയുടെ സാധനം വെച്ചാൽ മറ്റേ വലിച്ചെടുക്കുന്ന മറ്റേ സാധനമല്ലേ, ജാക്ക് പമ്പിങ്, അത് ഒരെണ്ണം കൊണ്ട് തന്നു. അപ്പം ഈ മറ്റേ PVC-യുടെ പൈപ്പിന്റെ ഈ കണക്ഷനും അങ്ങനത്തെ സാധനം നിങ്ങൾ ചെയ്തോ. ആ ഞങ്ങൾ പോയി ഓടി പടയുന്നു ഇവിടെ ഇത്. അപ്പം ഈ സാധനം അല്ല ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവെക്കും, പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അപ്പം ഞങ്ങൾ പടയെന്ന് വെക്കുന്നതനുസരിച്ച് അപ്പം പുള്ളി 15 മിനിറ്റ് കൊണ്ട് സംഭവം തീർന്നു. എടുക്കന്മാരുന്നു. അങ്ങനെ താണ്ടെ രാവിലത്തെ ഡെലിവറി പരിപാടി എല്ലാം സമയത്തേ. അപ്പോൾ സമയം ഇവിടെ രാവിലെ 6:45 കേട്ടോ. 6:45 ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ കളത്തിലിറങ്ങി. പ്രൂഫ് ഓഫ് ഡെലിവറി POD സൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അത് ഈ തുറന്നിട്ട് നമ്മുടെ തക്കാളിപ്പൊട്ടി പോലത്തെ വെക്കണ ബോക്സുകളാണ്. ഇതല്ല, ഇതിപ്പോൾ കവർ ചെയ്ത് വെച്ചേക്കുന്നത്, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കാരണം നിങ്ങളിവിടെ ഇരിക്കുന്ന ബോക്സുകൾ കണ്ടോ. അപ്പം ഇവിടുത്തെ ഫാമുകളിൽ നിന്ന് ഓറഞ്ചും തക്കാളിയും മാൻഡറിനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർ ലോഡ് ചെയ്ത് നമ്മുടെ കാനഡയ്ക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ കാനഡ ലോഡ് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ഡേർട്ടി ആവില്ലേ, അതെല്ലാം കളക്ട് ചെയ്ത് അവരിവിടെ കൊണ്ടുവരും. എന്നിട്ട് പവർ ജെറ്റ് അടിച്ച് ഇവിടെ ക്ലീൻ ചെയ്യും. എന്നിട്ട് വീണ്ടും ഫാമുകളിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്ത് ഫാമുകളിൽ കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും ലോഡ് എടുത്തിട്ട് നമ്മുടെ കാനഡയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു സൈക്കിൾ പ്രോസസ്സ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ റീസൈക്ലബിൾ ആണല്ലോ. അദ്ദേഹത്തെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവളുടെ മെസ്സേജ് വല്ലതും വന്നായിരുന്നോ? ഇവിടുന്ന് റൈറ്റ് പോയാൽ അങ്ങനെ നമുക്ക് ഇറങ്ങാൻ എളുപ്പം. പിന്നെ ഇതുവഴി പോയാലും പോകട്ടോ. ഇന്നലെ ഇവിടെ അതോ പമ്പിൽ പോണോ? നിങ്ങൾക്ക് വർഷം അങ്ങനെ വല്ലതും പോണെങ്കിൽ അതാണ് പമ്പിൽ പോയേക്കാൻ പല്ല് വെക്കാമല്ലോ നമുക്ക്. പറഞ്ഞേ അതിൻ്റെ അഡ്രസ് വേണം ഏറ്റാക്കാം. അതിനകത്ത് കിടപ്പുണ്ട് റീസെന്റ്. ഇറങ്ങിപ്പോണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടായിരിക്കും പോകുള്ളൂ. രണ്ട് സൈഡിൽ കൂടെ പോവാം. അതല്ല ഇതേ വളയില്ല അല്ലേ? നമുക്ക് വേണം ആ ഫ്യൂലിൻ്റെ അവിടെ നിന്നിട്ട് മിററും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേ കേട്ടോ. ക്യാമറ വല്ലതും കിട്ടുവാണോ കിട്ടത്? ഓക്കെ സാറേ, അവള് ഡിസ്പാച്ച് അയച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞുണ്ട്. ഈ സൈഡിലിടാം. ആയിക്കോട്ടെ. ബാക്കി മറ്റേ ഫ്രണ്ടിൽ മാറ്റിയില്ലേലും അതൊന്ന് പെട്ടെന്ന് പല്ല് വെച്ചിട്ട് ഓടി വെച്ചോ. ഞാൻ അവക്കൊന്ന് മെസ്സേജ് അയച്ചേരാ ഡിസ്പാച്ച് വന്നെങ്കിൽ കേട്ടോ. എൻ്റെ PCS ഞാൻ ഇവിടെ അത് ലോഗൗട്ടായി കിടക്കുക. പ്രൈവസി പോളിസി കുളിക്കാനുള്ള യോഗ ഇല്ല അങ്ങോട്ട് തോന്നണു. ലോഡ് എടുത്തിട്ട് കുളിക്കാല്ലേ? അതെ നോക്കാം. ഇത് എവിടെ നിന്നോ നോക്കട്ടെ. ഫെയർഫീൽഡ് കാലിഫോർണിയ. എവിടെ?
രാവിലെ തന്നെ പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. ഇപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ. അമ്മമാര് കോൾ ചെയ്തിട്ട് വണ്ടി കൊണ്ട് പോരാ ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ദേവസ്യാച്ചൻ പോയി പല്ല് വെച്ച് വന്നായിരുന്നു. എൻ്റെ വിചാരം നേരം വെളുത്ത് വരുമ്പോഴത്തേക്കും 7 മണിക്കല്ലേ തുറക്കുള്ളൂ. ആ സമയം ആകുമ്പോഴത്തേക്കും പോയൊരു ഷവർ എടുത്ത് ഫ്രഷ് ആവാന്നായിരുന്നു. എന്തായാലും പല്ലൊക്കെ തേച്ചു, കാപ്പി എടുത്തു. ആ സമയം കൊണ്ട് നമ്മുടെ ദേവസ്യാച്ചൻ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പോകാൻ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറേ എന്തായി? ചൂലില്ലേ? ഇല്ല. ആ, നമ്മുടെ വണ്ടി അല്ലാത്തത് കൊണ്ട് ട്രെയിലർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ചൂലേ ഉള്ളു. നമ്മുടെ വണ്ടിക്കകത്തല്ലേ ഇതുള്ളൂ. അതാണ് മറ്റേ പുള്ളി കൊണ്ടുപോയേക്കുക. എവിടെ നിന്നായിരുന്നു പിക്കപ്പ്? ഫെയർഫീൽഡ്. ഫെയർഫീൽഡ്. നമ്മളിന്നാളെ പണ്ട് നമ്മളവിടെ പോയിട്ട് അല്ല, ആ പ്രസ്ഥാനത്ത് പോയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ വേറെ അതിൻ്റെ അടുത്ത് തന്നെ 200 കിലോമീറ്റർ ഇവിടുന്ന്. ആണോ? 216. കോസ്കോയ്ക്ക് ഉള്ളല്ലോ ഉള്ളു. കാനഡയിലല്ലോ. അത് ശരി. അതിൻ്റെ അത് കാനഡയിൽ എങ്ങോട്ടുള്ളതെന്ന് നോക്കിയില്ല. ആ, പുള്ളിക്കാരത്തേക്ക് ഒരു ബസ്സേ വിടണമെന്ന് പറഞ്ഞില്ല, വിട്ടില്ല. ഓക്കെ, കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടാൽ മതി. ആ ഓക്കെ. സാറേ ഗ്ലൗസിങ്ങാ? അപ്പം വേണ്ട, നമ്മുടെ ട്രെയിലർ ക്ലീൻ ചെയ്ത് ഞങ്ങൾ പുറത്തു നിന്ന് തട്ടിക്കളയാത്ത മാന്യന്മാരാണ്. അതെ അതെ, ഇവിടെ ക്യാമറ കാണുവേ. ആ, ഞങ്ങൾ വേണ്ട വാരിക്കൊണ്ട് പോയി ദൂരെയാണ് കളയുന്നത്. നമുക്ക് വല്ല മാന്യന്മാർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ആ, ഇതൊക്കെ തന്നെ ഒരു പൊടി പോലെ ഇവിടെ വേണ്ട. ഈ സൈഡ് തട്ടണോ? ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ അത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയത്. ആ, ഇതേ ഉള്ളൂ. ആ ബ്ലോർ ഇല്ലാത്തതിൻ്റെ വിഷമങ്ങളെ. മറ്റാണ് 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും, കയ്യിലൊന്നും ചെളിയാവിയല്ല. അത് ശരി, മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. അതെ അല്ലേ. ഇപ്പം നാട്ടിലും ഇതൊക്കെയാ, നാട്ടിലും വെറ്റ് പഠിക്കുന്നതൊക്കെ. ആ, ഫുള്ള് ബ്ലോറാ. ആ ആ, ഇലയൊന്നും കുത്തൂല്ലോ. പണ്ട് പ്ലാവലയും തേക്കലൊക്കെ കുത്തിയല്ലേ. അതെ അതെ. അപ്പം അതിൻ്റെ ഇങ്ങനെ ഓ, പക്ഷെ ഭയങ്കര പൊടിയാ നാട്ടില്. മറ്റേ ഇന്റർലോക്ക് ഉള്ളടത്താണ്. അല്ല, അങ്ങനെയുള്ളടത്ത് അല്ലാതെ പറ്റിയല്ല. ചിലപ്പോൾ എല്ലായിടത്ത് പോകാറിപ്പം. അപ്പോൾ സെറ്റ്. സെറ്റ്. ഈ ഫെയർഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഏരിയയിലേക്കാണോ പോണേ? മുകളിലോട്ട്. ഓ, മുകളിലേക്കാ. അപ്പോൾ 80 കൂടെ പോകേണ്ടി വരും. ഇപ്പം എങ്ങനെയാണ് വെതർ നടത്തില്ലല്ലോ. പക്ഷെ എൻ്റെ വിചാരം വീണ്ടും നമുക്ക് ആ 1 കൂടെ തന്നെ പോയി കുറച്ച്. ഇത് എനിക്കത് 1 കൂടെ കുറച്ച് മുകളിലോട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, തിരിച്ചു പോകുമ്പോഴേ മറ്റേ അതാ നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ വിഷ്വൽസ് എടുക്കാന്നായിരുന്നു. ആ, അത് ശരിയാ. ഇതാ ഇട്ടേക്കുന്നേ. ആ, സാറ് കാപ്പി എടുത്തുണ്ടോ? ആ,